പിന്നെ എത്തിക്കണം. 40 എയർപിന്നുള്ള ചുരമാണ്. 31ാമത്തെ എയർപിന്നിലാണ്. നല്ല വാൽപ്പാറയുള്ള ഗ്രാമങ്ങളാണ് ഉണ്ടത്. നമ്മളെന്താ പോണ്? നമ്മളിപ്പോ വാൽപ്പാറിന്റെ ഉള്ളിലെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആരും കാണാത്ത ഗ്രാമപ്രദേശങ്ങളില്ലേ, ഗ്രാമങ്ങളെ കുറിച്ച് പഠിച്ചു വരാം. പക്ഷെ ഗ്രാമം രക്ഷയില്ല. അവിടെ വിടാതിരുന്നത് അവിടെ പോണി ഒരാൾക്ക് 100+ വണ്ടിക്ക് 100 വെച്ച് 200 അത് ഓവർ ചാർജ് ആയത് കൊണ്ട് നമ്മൾ ഒഴിവാക്കി. അത്ര അവിടെ ഒന്നും കാണാനൊന്നും ഇല്ല. അവിടെ ഇത് കുറച്ച് വീട്ടിൽ എടുത്തുണ്ടായിരിക്കുന്ന ഇത് ഞാൻ അതിൽ ഇൻഫ്ലുവൻസറാണ്, ബ്ലോഗറാണ്. നമ്മൾ മെയിൻ ബ്ലോഗർ ചിത്തോട്ടാ. തിരക്ക് അവരവിടുന്ന് പിന്നെ നമ്മളെ കയറ്റി വിടുമെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഗ്രാമത്തിന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ വന്നതാണ്. ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാട്ടോ അവിടെ. ഇതായി തേയിലത്തോട്ടത്തിലും ഇവിടുത്തെ കർഷക കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. വില്ലേജ്, സ്മോൾ വില്ലേജ്. അല്ല വിനുട്ടാ? മനസ്സിലായോ? പോയിക്കൂടെ? കവരക്കലില്ല. ഞാൻ വാട്സപ്പിൽ തന്നില്ലേ? വീഡിയോ ഷൂട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ബഷീർ എങ്ങനെയുണ്ട് വൈബ്? എന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം നമ്മള് വ്ളോഗില്. എത്തുവാ എനിക്കെന്താ പറയണ വീടുകളൊക്കെ അല്ലേ ശരിക്കും പഴയ എന്താ പറയാ ഒരു വിന്റേജ് ലുക്ക്. വിന്റേജ് കാലഘട്ടത്തിലെ ഒരു ലുക്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പണിഞ്ഞ വീടുകളാണ്. അതിന്റെ അപ്പുറത്ത് ആ കാണുന്ന ഏറ്റവും ലാസ്റ്റ് ഏരിയ, അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഏറ്റവും നല്ലൊരു ഇതാണ്. അതാണ് ബഷീർ നമുക്കൊന്ന് കയറി വെക്കണം. അത് അടിപൊളി സ്ഥലം കേട്ടോ. വെറൈറ്റി കൊഞ്ചം സ്ഥലങ്ങള്. ബഷീർ ലൈൻ കമ്പനിയൊന്നും പോയിട്ട് പിടിക്കണ്ട. ഇവിടെ സ്ഥലങ്ങളൊക്കെ ചെറിയ പൈസ കിട്ടുന്നു ബഷീറെ. നോക്ക് എന്താ രസമല്ല വിനുട്ടാ. ബഷീറാ മിനുട്ടാ എന്താണിപ്പോ നോക്കി നോക്ക്. ഭയങ്കര ലുക്ക് കേട്ടോ. വെറൈറ്റി തേടിയിട്ടില്ല മിനുട്ടാ. ഇതേപോലെ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് എന്താ പറയാ അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എല്ലാ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മൾ എല്ലാപ്പോഴും വരുമ്പോ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വിസിറ്റ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് കവരക്കൽ. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആ കുന്നിന്റെ മുകളിൽ ഏറ്റവും ലാസ്റ്റ് ഈ മെയിൻ റോഡാണ് ഈ പോണത്. ഈ മെയിൻ റോഡ് നിങ്ങൾക്ക് ക്യാമറ തിരിച്ചുതരാം. ഇവിടുന്ന് പോണി മെയിൻ റോഡ് തന്നെ നോക്കിയാൽ കാണാം ഗ്രാമങ്ങൾ താഴത്ത് കണ്ട ടോപ്പില്. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇറങ്ങുന്നതാണ് മെയിൻ റോഡ്. അതങ്ങനെ അങ്ങനെ പോകുന്നതാണ്. നമ്മൾ അതിന് ഉള്ളേരി അങ്ങനെ ഉള്ളേരിയ തേടിയിട്ട് നമ്മൾ അവസാനത്തെ വീട് ഈ ഗ്രാമത്തിലെ അവസാനത്തെ വീട് നേടി പോവാണ് നമ്മള്. ആമോ പേരൊക്കെ പഴുത്തിട്ടുണ്ടോ? നോക്കി നോക്ക്. നമ്മുടെ സുഹൃത്ത് പേരൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിഷയം കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇങ്ങോട്ട് പോരെ. അങ്ങനത്തെ അവസാനം നമ്മൾ ഇതിന്റെ എൻഡിലെത്തിക്കുന്നുട്ടാ. ഇവിടെ ഈ ഒരു വീടോട് കൂടിയിട്ട് ഈ വഴി അവസാനിക്കുകയാണ്. ഇതാണ് കവരക്കുള്ള സ്മോൾ വില്ലേജ്. പക്ഷെ ഈ വഴി വരുന്നവരാരും ഈ പ്ലേസ് മിസ് ചെയ്യരുത്. അല്ല മിനുട്ടാ, ഈ വഴി വരുന്നവരാരും ഈ പ്ലേസ് മിസ് ചെയ്യരുത് അറിയാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ കോടമഞ്ഞാണ് വരിക. അപ്പൊ തന്നെ നമ്മളെ ബാക്ക് ഭാഗത്തൊക്കെ കോടമഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഫുള്ള് കോട വന്നിട്ടാ. പിന്നെ എന്താ വീടുകളൊക്കെ കണ്ടില്ലേ, നല്ല മനോഹര വീടുകളാട്ടോ വരുന്നത്. പക്ഷെ ഇവിടെ ഫാമിലി ഒന്നും ഇല്ല. പിന്നെ ഫുള്ള് ഇവിടെ ഈ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നത്, ബാച്ചിലേഴ്സ്. ലൊക്കേഷൻ എന്തായാലും രക്ഷയില്ല മിനുട്ടാ.
ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ മീനുട്ടാ, ഒരുപാട് ഏരിയകളുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തുണ്ടല്ലേ, ഇപ്പുറത്തും ചുരണ്ട് ഇപ്പുറത്തും പോയിന്റ് ഉണ്ട് അല്ലേ, വ്യൂ പോയിന്റ്. ഒന്ന് മെയിൻ റോഡാണ്, ഒന്ന് ഇതേപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതാണ്ട വണ്ടികളൊക്കെ പോകണമൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ വീഡിയോയില്. ശശിറേ എങ്ങനെയുണ്ട് ശശിറേ? ഇല്ലേ ഇത് 3-4 പൊട്ടിക്കടാ. ഇത് വേണ്ട പേരക്ക തൈകളിട്ടാ, പേരക്കൻ്റെ തോട്ടാണ്, ഒരുപാട് പേരക്ക ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള പേരക്കൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ശശിറെ കാണിച്ചു കൊടുത്ത പേരക്കുകൾ എന്താ, ഇതൊക്കെ പച്ചയാണ്, പച്ചയൊന്നും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല. കണ്ടാ ലക്ഷ്യത നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പൊട്ടിക്കുന്നുണ്ട്. പാടാ ശിറ ഇനി പോവാ മതി, അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പൊട്ടിച്ച പേരക്ക മിനിട്ടാ ഇങ്ങനെയുണ്ട്, പഴുത്തങ്ങ് ടേസ്റ്റ് എന്ന് പറഞ്ഞെടുത്താ സൂപ്പർ. അതിൻ്റെ ഉള്ളിലെ കളറൊക്കെ ഫുള്ള് റോസ് സാധനം ഇട്ടാ.